Watch full episodes on Jio Hotstar. ഈ തെരയുന്ന ഷിപ്പിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം നമുക്ക് യാത്രക്കാരെ എങ്ങനെയെങ്കിലും സുരക്ഷിതരാക്കണം, എന്നിട്ട് നമ്മുടെ കാര്യം ആലോചിക്കാം. ലൈഫ് ബോട്ടിൽ കയറ്റി എല്ലാവരും ഇവിടുത്തെ പുറത്തെത്തിക്കൂ. എന്റെ അമ്മോ, ഈ കൊടുങ്കാറ്റിൽ ബോട്ട് തകർന്നു പോയല്ലോ. മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ, ഷിപ്പ് മുങ്ങാൻ പോവാണ്. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പറ്റില്ല നിനക്ക്. നീ തന്നെ ആലോചിക്കേ. ഐഡിയ, ലൈഫ് ബോട്ട് എടുത്ത് ഷിപ്പിൽ നിന്നും കുറെ ദൂരത്തേക്ക് പോയാൽ എല്ലാവരും രക്ഷപ്പെടും. മോട്ടോ, നീ വേഗം ഗ്യാസ് സിലിണ്ടർ എടുത്തോണ്ട് വാ. ചെല്ല്, നിങ്ങൾ പോയി ലൈഫ് ബോട്ടിൽ ആൾക്കാരെ കേറ്റ്. അത് നന്നായി പിടിച്ച് കെട്ടിക്ക, വിടരുത്. മോട്ടോ, നീ പോയി ചവിട്ടെ പെട്ടെന്ന്. നീ ആരെയായി ചവിട്ടാൻ പറയുന്നത്? ഒക്കെ നമ്മുടെ ആൾക്കാരല്ലേ. എന്റെ മോട്ടോ സിലിണ്ടറിന്റെ പിന്നിൽ ചവിട്ടാനാ പറഞ്ഞ്. അവരിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയല്ലോ. എന്തിനൊന്നും ചെയ്യണം, അല്ലെങ്കിൽ ഷിപ്പ് തകർന്നു പോകും. ഓ എന്റെ കൂട്ടുകാരെ, ക്യാപ്റ്റൻ ഷിപ്പിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. ശരി കൂട്ടുകാരെ, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. ഞാൻ സിലിണ്ടറിൽ തൊഴിക്കാം. ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ടാ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇട്ടേച്ച് പോവില്ല. നിങ്ങൾ ഓ വേണ്ട മോട്ടു, ഒരു നല്ല ക്യാപ്റ്റൻ ഒരിക്കലും തന്റെ ഷിപ്പ് വിട്ട് താഴെ ഇറങ്ങാൻ പാടില്ല. നമുക്ക് പിന്നീട് കാണാം. ഒരു നല്ല സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിട്ടിട്ട് ഒരിക്കലും പോകില്ല. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ കമ്പി വേഗം ഒന്ന് വിടൂ. വിടൂ 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 വിടൂ. കൊള്ളാലോ, നമ്മള് സമുദ്രത്തിനടിയിൽ എത്തിയിട്ടും നമുക്ക് ചുറ്റും വെള്ളമൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ഏതോ എയർ ബബിളിനുള്ളിലാണ് കൂട്ടുകാരെ. എല്ലാവരും നിശബ്ദരായി നിൽക്ക്. നിങ്ങളുടെ മുന്നിൽ ഇതാ വരാൻ പോവുകയാണ് മന്ത്രവാദി ഷാർഖാനെ. ഇതാ എത്തി. ഇത് സ്വപ്നമാണ്, ഇത് സ്വപ്നമാണ്. പൊളിച്ചെടുത്തല്ലോ. ഇതേതായി ജീവി? ഏയ്, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലേ? ഷാർക്കോണിയുടെ കയ്യിൽ നിന്ന്, മാന്ത്രികവടിയുടെ ശക്തിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല.
മന്ത്രവാദി ഷാർക്കോനിയുടെ മാന്ത്രിക ലോകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ ലീഡർ, ഞങ്ങളുടെ ബോസ് ഷാർക്കാലിന്റെ അടിമകളാണ്. നിങ്ങളെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. പിന്നെ ഞാനാണ് ജിങ്കു. നിങ്ങൾക്ക് ഈ മാന്ത്രിക ഉടുപ്പുള്ളതിനാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ശ്വാസമെടുക്കാൻ കഴിയും. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ ഉടുപ്പിൽ ഈ കാണുന്ന ഈ ഷാർക്കിന്റെ രൂപം ചെറുതായി വരും. അത് ചെറുതായി ഇല്ലാതായാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ശ്വാസമെടുക്കാൻ പറ്റാതാകും. അങ്ങനെ നിങ്ങളുടെ കഥയും കഴിയും. ഇതാണ് എന്റെ മന്ത്രത്തിന്റെ ശക്തി. സാധാരണ ഒരു മനുഷ്യന് ഞങ്ങളെ പോലെ വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാൻ കഴിയും, സംസാരിക്കാനും കഴിയും. എന്റെ കൂടെ വരൂ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. മൈ നെയിം ഇസ് ഇൻസ്പെക്ടർ ചിങ്കം. മര്യാദക്ക് എന്റെ മുമ്പിൽ കീഴടങ്ങുന്നതാ നല്ലത്. അല്ലെങ്കിൽ ആക്രമിക്കുവന്. ഞങ്ങൾ ആരുടെയും അടിമയാവില്ല. സോറി വല്യേട്ടാ, സോറി. ഈ തേങ്ങകളോടൊന്ന് തിരിച്ചു പോവാൻ പറ. ഇനിയും ഇതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക, മനസ്സിലായ? എനിക്ക് അനുസരണക്കേട് ഇഷ്ടമല്ല. അടിമകൾ അടിമകളെ പോലെ ആയിരിക്കണം. പത്തിലോ നമുക്ക് ശരിക്കും വെള്ളത്തിനടിയിൽ നിന്ന് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടല്ലോ, സംസാരിക്കാനും പറ്റുന്നു. ഷാർക്കാൽ പിന്നെ അദ്ദേഹത്തിന്റെ പത്നി ഷാരുണയും എഴുന്നള്ളുന്നേ. പ്ലീസ് സ്റ്റാൻഡ്. ബോസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം നൽകാൻ വന്നതാണ്. കമോൺ ഷാർക്കോണി, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? നോ ബോസ്, നോ സാർ, ജസ്റ്റ് കോൾ മീ ഷാർക്കാൽ. ബോസി, സ്മൈൽ പ്ലീസ്. ആ, ഇതാണ് അങ്ങയുടെ മഹത്വം. അങ്ങ് ഞങ്ങളെ എല്ലാവരും അങ്ങേക്ക് തുല്യനായി കാണുന്നു. പക്ഷെ ഞങ്ങൾക്കതെങ്ങനെ മറക്കാൻ പറ്റും? അങ്ങ് ഞങ്ങളുടെ മാത്രം നേതാവല്ല, ഈ ലോകത്തിലെ എല്ലാ സമുദ്രത്തിലുള്ള ജീവജാലങ്ങളുടെയും നേതാവാകാൻ പോകുന്നയാളാണ്. അത് കൊള്ളാം. എന്റെ ഈ സ്വപ്നം എത്രയും വേഗം സഫലമാകാൻ പോവുകയാണ്. അതെ, സഫലമാകും ഷാർക്കാൽ, തീർച്ചയായിട്ടും സഫലമാകും. തുരങ്കത്തിന്റെ പണി വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. മധ്യസമുദ്രത്തിൽ നിന്നും പശ്ചിമ സമുദ്രത്തിലേക്ക് നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരും. പിന്നെ ഈ പണികളൊക്കെ എത്രയും വേഗം തീർക്കുവാനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അക്കടി ബക്കടി, മാന്ത്രിക വടിയേ, മാന്ത്രികം കാണിക്ക്, ഈ ചിപ്പി തുറക്കട്ടെ. ഇവരെ കഴിച്ചാൽ നല്ല രുചിയായിരിക്കും. ബോസി, സ്മൈൽ പ്ലീസ്.
വേണ്ട 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 ബോസ്, പാടില്ല. ഷാർക്കാൽ ഇവരെ തിന്നാൻ വേണ്ടിയുള്ളവരല്ല. മനുഷ്യന്മാരുടെ ബുദ്ധി മത്സ്യകന്യകയുടെ ബുദ്ധിയേക്കാൾ കൂടുതലാണ്. ഇവര് നമ്മുടെ തുരങ്കത്തിന്റെ പണി കുറച്ചുകൂടി വേഗതയിൽ തീർക്കും. അതുകൊണ്ട് ഇവരെ അങ്ങയുടെ അടിമകളാക്കാൻ കൊണ്ടുവന്നതാണ്. ഷാർക്കോണി നീ നിർത്ത്. നീ ചെയ്തു കൂട്ടുന്നതിനെല്ലാം നീ അനുഭവിക്കും. നീ ഇതെല്ലാം ഓർത്ത് ഒരു ദിവസം പശ്ചാത്തപിക്കും. ചെയ്തു കൂട്ടുന്നതിനെല്ലാം അനുഭവിക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഇടയിൽ മാത്രമുള്ളതാണ്. ഇത് സമുദ്രലോകമാണ്. ഇവിടെ വലിയ മീനുകൾ ചെറിയ മീനുകളെ തിന്നും. ഇവിടെ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. കള്ളം പറയരുത്. സമുദ്രത്തിൽ അതിനെവിടുന്ന നിയമങ്ങളൊക്കെ? നല്ലൊരു തമാശയായിരുന്നു, പക്ഷെ എനിക്കത് തീരെ ഇഷ്ടമായില്ല. നിങ്ങൾ ഷാർക്കാലിന്റെ വാക്കുകളെ ധിക്കരിച്ച് ദേശദ്രോഹം ചെയ്തിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. ഇതെവിടെ എത്തിയിരിക്കുന്നേ? ഇവിടെ ഒരുപാട് കാഴ്ചക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എന്തോ ഉത്സവമാണ് കേട്ടോ. പക്ഷെ ഇവിടെ കഴിക്കാനും കുടിക്കാനും ഒന്നും ഒരു കടകളും കാണുന്നില്ലല്ലോ. പൊളിക്കടുത്തല്ലോ. എന്റെ മോട്ടു, നിനക്ക് ഈ സമയത്ത് വിശപ്പാണോ? എന്റെ വിശപ്പൊക്കെ അപ്പോഴേ പോയി. സ്മൈൽ പ്ലീസ്. കൂട്ടുകാരെ, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഷാർക്കാലിന്റെ ജന്മദിനത്തിൽ ചില ദേശദ്രോഹികൾ ഒക്ടോപാഡിനോടൊപ്പം യുദ്ധം ചെയ്യേണ്ടതാണ്. ഇത്തവണ ദേശദ്രോഹികളായിരിക്കുന്നത് മോട്ടുവും പത്ലുവും പിന്നെ അവരുടെ കൂട്ടുകാരുമാണ്. ഒക്ടോപാഡിനു വേണ്ടി ഗേറ്റ് തുറന്നു കൊടുക്കൂ. ഒരു മിനിറ്റ്. നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് പിറന്നാൾ ദിവസങ്ങളിൽ തടവുകാരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് യുദ്ധം ചെയ്യാറുള്ളത്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ യുദ്ധവും നടത്തില്ല. ശരി മേഡം, പക്ഷെ ഇങ്ങനൊരു നിയമം കൂടിയുണ്ട്. ആരെങ്കിലും ഒക്ടോപാഡിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അവരെ എന്നേക്കുമായി സ്വതന്ത്രരാക്കുന്നതാണ്. കൊള്ളാം. അപ്പൊ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് അല്ലേ? അല്ല, ഇതിന്റെ കൂടെയാണോ യുദ്ധം ചെയ്യേണ്ടത്? എന്നാ വന്നോളൂ, ആ കൈ ഇങ്ങോട്ട് തന്നോളൂ. ഞാൻ യുദ്ധത്തിന് തയ്യാറാണ്. അല്ലേ കൂട്ടുകാരെ? ഇത് ചതിയാണ്. അവര് സമ്മതിച്ചതാണ്. അതുകൊണ്ട് യുദ്ധം നടക്കുക തന്നെ വേണം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ ഭാരതമാതാവിന്റെ മീതെ സത്യം ചെയ്യുന്നു. ഞാനാണ് സത്യം. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടുന്നത് പോസിബിൾ ആണ്. അല്ലല്ല, ഇംപോസിബിൾ ആണ്. നിങ്ങൾ എന്താ തലതിരിച്ചൊക്കെ പറയുന്നത്? ഓടിക്കോ. ഇതിനെ കണ്ടപ്പോ ഞാൻ പേടിച്ചിട്ട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്താ പറയേണ്ടത്, എന്താ പറയേണ്ടാത്തത് ഒന്നും മനസ്സിലാവുന്നില്ല.
എന്റെ അമ്മോ! എന്റെ അമ്മേ. ഒളിക്കടുത്തല്ല. ഇനി അവരെ വിട്ടയക്കാൻ പറയൂ. ഇല്ല, കഴിഞ്ഞിട്ടില്ല. യുദ്ധം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഒന്നും ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്റെ പത്തലോ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. ഷാർക്കി, നീ നമ്മുടെ ചിങ്കത്തിനെയും കൊണ്ട് ഷിപ്പിലേക്ക് പോ. അവിടുന്ന് സമൂസ എടുത്തിട്ട് വാ. എന്റെ അമ്മോ, ഈ ഐഡിയ കൊള്ളാം. ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചില്ല. സമോസ കഴിച്ച പിന്നെ മോട്ടു യുറ്റങ്ങളൊക്കെ മുകളിലേക്ക് അയച്ചു വിടും. ഷാർക്കി നിക്ക്, പിടിക്കവരെ. എന്റെ അമ്മച്ചി. ചിങ്കത്തിനെ പിടിക്കുന്നത് ഇംപോസിബിൾ. മോട്ടു എന്നാ പിടിച്ചോ സമോസ. ഹായ്, പൊളിച്ചേ. മോട്ടു, ഇതാ മാർജിന്റെ വാള്. നിന്നെ കൊല്ലാനായിട്ട് എനിക്ക് ചെറിയൊരു കല്ല് മാത്രം മതി. ഷാർക്കോനി, നിന്റെ കളിയൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മോട്ടുവിനെയും പത്ലുവിനെയും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കൊരിക്കലും ഈ ലോകത്തിന്റെ രാജാവാൻ പറ്റില്ല. ഇല്ല, നിങ്ങൾ രണ്ടുപേർക്കും എന്റെ ആഗ്രഹങ്ങളെ തടയുവാനാവില്ല. എന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ ഈ സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും രാജാവായി മാറും. പിന്നീട് എന്നെ ആർക്കും തടയാനാവില്ല. ആർക്കും.
ഇത് നോക്കൂ ഷാർക്കാൽ, എല്ലാം നശിപ്പിച്ചിട്ട് അവൻ രാജാവാകാനുള്ള പരിപാടിയാ. അതിനൊരിക്കലും അനുവദിക്കരുത്. ഷാർക്കാൽ എന്റെ വലിയേട്ടാ, ഇവന്റെ ഒറ്റൊരുത്തന്റെ വാക്ക് കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തിനെയും പിരിയേണ്ടി വന്നത്. മനസ്സിലായോ? ഇവൻ നിങ്ങളെ എന്തുമാത്രം വെട്ടിയാക്കിയിട്ടുണ്ടെന്ന്. ഷാർക്കുനി, നീ എന്താണ് ഈ പറയുന്നത്? ലോകത്തിന്റെ രാജാവാകാൻ പോകുന്നത് നീയോ അതോ ഞാനോ? ഞാൻ ഈ ലോകത്തെ എല്ലാ സമുദ്രങ്ങളുടെയും രാജാവായി മാറും. ഇതെന്റെ സ്വപ്നമാണ്. ഞാൻ നിന്നെ വെറുതെ കൂടെ നിർത്തിയതാണ്. നിന്നെ ഞാൻ വെറുതെ പറ്റിക്കുകയായിരുന്നു. കാരണം ഷാർക്കുകളുടെ മേൽ എന്റെ മന്ത്രം വലിക്കുകയില്ലായിരുന്നു. പിന്നെ എനിക്ക് ഷാർക്കുകളുടെ സഹായവും ആവശ്യമായിരുന്നു. ഇനി മോട്ടു പത്ലുവിനും അവന്റെ സുഹൃത്തുക്കൾക്കും എന്നെ തടയാനാവില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.